മനസ്സ് തിളച്ചിരിക്കുക. ഇനി എങ്ങനെയൊന്ന് തണുപ്പിക്കുമെന്തോ. എനിക്ക് മാത്രമല്ല, എന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ ഇത് താങ്ങാവുന്നതിലപ്പുറം ഉണ്ണേട്ടാ. എന്റെ വീട്ടിൽ വെച്ച് ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചാ എനിക്കത് വേണോന്ന് പറഞ്ഞാ മിന്നൽ വേഗത്തിൽ എനിക്ക് കിട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോ ആ സൗഭാഗ്യങ്ങളൊക്കെ അവളെ തേടി വന്നിരിക്കുക. കല്യാണത്തോടെ അവള് ജയിച്ചു, ഞാൻ മരിച്ചു. അങ്ങനെയൊന്നും ഇല്ല കരുണേ. ഏട്ടൻ ഇങ്ങനെ ഒരു അവസ്ഥയിലായതിനു ശേഷം ഭാവിയെപ്പറ്റി സ്വപ്നം കാണാൻ നടന്നാളാണ് കണ്ണേട്ടൻ. അയാൾ ഒരിക്കലും കല്യാണം കഴിക്കില്ലെന്നാ കരുതിയെ. ഇനി അങ്ങേരെ അതിനെക്കുറിച്ച് ആലോചിച്ചാലും ഒരു പെൺകുട്ടികൾ അയാളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ലെന്നായിരുന്നു എന്റെ വിശ്വാസം. എന്നാ നിന്റെ ചേച്ചി അതിന് തയ്യാറായി. അവിടെയാ നമ്മളെല്ലാരും തോറ്റുപോയത്. അവിടെയല്ല തോറ്റത്. ഈ വീടിന്റെ നിയന്ത്രണം കണ്ണേട്ടന്റെ കയ്യിലാണെന്ന് അറിഞ്ഞപ്പോ മുതലാ എന്റെ കണക്കൂട്ടിൽ പിഴച്ചെന്ന് എനിക്ക് മനസ്സിലായത്. ഞങ്ങളൊക്കെ പറഞ്ഞ എന്താണ് കരുണയ്ക്ക് മനസ്സിലാവാത്തത്? ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനുള്ള ശേഷി എന്റെ ഏട്ടനില്ല. അതുകൊണ്ട് അവരിനി ഒരു കുഞ്ഞിനെ സ്വപ്നം കാണണ്ട.